പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. നിങ്ങൾക്കറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജി അദ്ദേഹം ഉത്തർപ്രദേശിലെ മഥുരയിലായിരുന്നു. കുറച്ച് ദിവസം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, മധുര എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ്. ഒരു ജില്ലയാണ് ഇപ്പോൾ അത് മുഴുവനായിട്ട്. അപ്പോൾ 1944 പ്രകാശിത ലോകത്തുള്ള സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ 4 പുസ്തകങ്ങളുണ്ട്. വിസ്പേഴ്സ് ഫ്രം ദ ബ്രൈറ്റർ വേൾഡ് 1944 എന്ന് പറഞ്ഞിട്ട് ബാബുജി മഹാരാജുമായിട്ട് പ്രകാശിത ലോകത്തിലെ മാസ്റ്റേഴ്സ് ആശയവിനിമയം നടത്തുന്നതാണ്. ലാലാജി, വിവേകാനന്ദ സ്വാമികള്, പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അങ്ങനെ ഒരുപാട് ആത്മാക്കൾ അദ്ദേഹവുമായിട്ട് ആശയവിനിമയം നടത്തുന്നതൊക്കെ അദ്ദേഹം ഓട്ടോബയോഗ്രഫിയുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അന്ന് പ്രകാശ ലോകത്തുനിന്നുള്ള നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാബുജി മഹാരാജിനോട് ലാലാജി പറഞ്ഞു, മഥുരയിൽ പോയിട്ട് അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണ്, ആ സ്ഥലത്തിനെ ആത്മീയമായിട്ട് ചാർജ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ 6000 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സ്ഥലങ്ങളൊന്നും ഒക്കെ നശിപ്പിക്കപ്പെട്ട രീതിയിലാണ്. അപ്പോൾ പ്രകാശ ലോകത്തു നിന്നുള്ള ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാബുജി മഹാരാജ് ആ സ്ഥലങ്ങളൊക്കെ കണ്ടെത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലം നിങ്ങൾക്കറിയാം, ജയിലിലാണ് അദ്ദേഹം ജനിച്ചത്, കംസന്റെ ജയിലിൽ. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലം യമുനാ നദിയുടെ തീരത്ത് ഒരു റെയിൽവേ ട്രാക്കിൻ്റെ അടുത്താണത്. അപ്പൊ ആ സ്ഥലം ഹാർട്ട്ഫുൾനെസ്സിന് വിട്ടുതരാൻ വേണ്ടി നമ്മൾ ഗവൺമെന്റിൽ അപേക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ. അതുപോലെ ശ്രീകൃഷ്ണനും രാധയും ആദ്യമായിട്ട് മീറ്റ് ചെയ്ത സ്ഥലം രാധാ കുഞ്ച്, ശ്യാം കുഞ്ച് എന്നൊക്കെയാണ് അവര് അതിനെ പറയാ. പിന്നെ ഗോവർദ്ധനഗിരി നിങ്ങൾക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ എടുത്തുയർത്തി ഗോപന്മാരെയൊക്കെ ദേവേന്ദ്രന്റെ കോപത്തിൽ നിന്ന് രക്ഷിച്ച കഥകളൊക്കെ നമുക്കറിയാം. ഇങ്ങനെ ഏകദേശം 8ഓളം സ്ഥലങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഇതാണ് ആ സ്ഥലം എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാം കൂടി ചേർന്ന ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലാണ് അത് കിടക്കുന്നത്. അതിന് യഥാർത്ഥ പേര് വ്രജ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ. നമ്മൾ അതിനൊരു വ്രജ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. വ്രജ് എന്നുള്ളത് ഒറിജിനൽ സംസ്കൃത വാക്കാന്നാണ് ദാജി പറയുന്നത്. ഇപ്പോൾ വ്രജ് ഏരിയ എന്നതിന് പറയും ഈ സ്ഥലങ്ങളൊക്കെ കൂടി ചേർന്ന സ്ഥലങ്ങൾ. അപ്പം അത് അന്ന് ബാബുജി മഹാരാജ് അത് കണ്ടെത്തിയെങ്കിലും അദ്ദേഹം അത് ചാർജ് ചെയ്തു. അദ്ദേഹം ഓട്ടോബയോഗ്രഫിയിൽ പറയുന്നുണ്ട്, ലാലാജി മഹാരാജിന്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ മഥുരയിലേക്ക് പുറപ്പെട്ടു. അവിടെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ചാർജ് ചെയ്തു എന്നൊക്കെ അദ്ദേഹം ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കറിയാം, ബാബുജിക്ക് അന്ന് അദ്ദേഹത്തിനെ സഹായിക്കാനും അത്രയധികം ആളുകൾ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് വിസിറ്റ് ചെയ്യുമ്പോൾ സ്വീകരിക്കാൻ പോലും അന്ന് ആളുകൾ ഉണ്ടായിരുന്നില്ല. സാമ്പത്തിക പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും കാര്യമായ രീതിയിൽ അദ്ദേഹത്തിന് മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് ദാജിയുടെ കാലഘട്ടത്തിലാണ് ബാബുജി മഹാരാജ് വീണ്ടും അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഈ ശ്രീകൃഷ്ണ ജന്മഭൂമി നമ്മൾ ഉദ്ധാരണത്തിലൂടെ ചാർജ് ചെയ്ത്, ആത്മീയമായിട്ട് ചാർജ് ചെയ്ത്, ആത്മീയവും ഭൗതികമായിട്ട് അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം. അങ്ങനെയാണ് ദാജി അവിടെ പോകുന്നതൊക്കെ. നമ്മളെ ഹാർട്ട്ഫുൾനെസ്സിന് 4 സെൻറ്റർ അവിടെ ഉണ്ട് ഇപ്പോൾ. ദാജി പറയും, ഇപ്പം നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ കഷ്ടം തോന്നുന്നു. അവിടുത്തെ
വായു ശ്വസിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നത്. പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് മാലിന്യമാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ശ്രീകൃഷ്ണ ജന്മഭൂമിയാണ് മധുര എന്ന് വിചാരിച്ചിട്ട് മധുരയിൽ വിസിറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ വർഷവും. പക്ഷെ അവർ തിരിച്ചു പോകുമ്പോൾ അവിടെ വീണ്ടും വേസ്റ്റ് ഉപേക്ഷിച്ചിട്ടാണ്. ഇപ്പോൾ ദാജി പറയും, ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവിടെ വരികയാണെങ്കിൽ അദ്ദേഹം ഓടി രക്ഷപ്പെടും. അങ്ങനത്തെ അവസ്ഥയാണ് അതിന്. ആത്മീയമായിട്ട് അതിനെ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിലും ഭൗതികമായിട്ടുള്ള അഴുക്കുകൾ. അപ്പം അതൊരു പ്രോജക്റ്റ് പോലെ എടുത്ത് ദാജി. ഇപ്പോൾ നമുക്കത് കൈകാര്യം ചെയ്യാൻ ആളുകളുണ്ട്, നമ്മുടെ മിഷനും സാമ്പത്തികമായിട്ടും നമുക്ക് ശക്തിയുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഹാർട്ട്ഫുൾനെസ് എത്തി. ഇപ്പോൾ നമുക്ക് ഇപ്പം അത് കൈകാര്യം ചെയ്യാനുള്ള ഭൗതികവും ആത്മീയവുമായിട്ടുള്ള ശക്തിയുണ്ട്. അപ്പം അതിൻ്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളായിട്ട് ഹാർട്ട്ഫുൾനെസ് മുന്നോട്ട് പോകും. UP ഗവൺമെൻറ് അതിന് കാര്യമായിട്ടുള്ള സഹായം നമുക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ദാജി പറഞ്ഞ ഒരു റിട്ടയർഡ് DGP, അദ്ദേഹം മറ്റൊരു സ്പിരിച്വൽ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ദാജിയെക്കുറിച്ച് കേട്ട് അദ്ദേഹവും കുടുംബവും കാൻഹയിൽ വന്ന് ദാജിയെ കണ്ടു. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ദാജിയുടെ ഒരു ആരാധകനായി മാറി. അദ്ദേഹം തീരെ അഴിമതിയില്ലാത്ത ഒരു DGP ആയിരുന്നു, റിട്ടയർഡ് DGP ആണ്. ഇപ്പോഴും അദ്ദേഹം വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഊഹിക്കാലോ അഴിമതിയില്ല എന്നുള്ളത്. അപ്പം അദ്ദേഹം ഈ ചീഫ് മിനിസ്റ്ററുടെ ഓഫീസിലൊക്കെ ഉള്ള പരിചയം വെച്ച് അവിടെ ചീഫ് മിനിസ്റ്റർ ഒരു ഓഫീസിൽ തന്നെ ഈ വ്രജ് പ്രോജക്റ്റിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് ഈ DGP അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അപ്പോൾ വളരെ അടുത്ത കാലത്താണ് അദ്ദേഹം മിഷനിലേക്ക് വന്നതെങ്കിലും അദ്ദേഹം പരിപൂർണമായിട്ടും അതിനുവേണ്ടി സമർപ്പിക്കപ്പെട്ട ജീവിതമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ ഈ പ്രോജക്റ്റ് നല്ല രീതിയിൽ, വ്രജ് പ്രോജക്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ലോകത്തിൽ ഒരുപാട് ഭക്തന്മാരുണ്ട് അദ്ദേഹത്തിന്, നമുക്കറിയാം. ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്തന്മാരുള്ളത് ഭഗവാൻ ശ്രീകൃഷ്ണനായിരിക്കാം ലോകത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല. ഏകദേശം 200ഓളം സംഘടനകൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ കൃഷ്ണ കോൺഷ്യസ്നെസ്സിനോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ സംഘടന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ISKCON ആണ്, ഇന്റർനാഷണൽ സൊസൈറ്റി ഓഫ് കൃഷ്ണ കോൺഷ്യസ്നെസ്. ഈ സംഘടനകളിൽ പലരും ഹാർട്ട്ഫുൾനെസ്സുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, എല്ലാ സ്പിരിച്വൽ ഓർഗനൈസേഷൻസിനെയും ഒന്നിച്ച് ചേർത്ത് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്ന് അവർക്കെല്ലാം ഈ സംപ്രേഷണത്തിൻ്റെ സൗകര്യം ലഭിക്കട്ടെ എന്നാണ് ദാജിയുടെ അഭിപ്രായം. അപ്പോൾ നമ്മളുമായിട്ട് സഹകരിക്കുന്ന ആളുകൾക്കൊക്കെ ഹാർട്ട്ഫുൾനെസ് പരിചയപ്പെടാം, സംപ്രേഷണം സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവർക്കൊന്നും ഈ സ്ഥലങ്ങൾ ഏതാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ദാജിയുടെ അഭിപ്രായത്തിൽ ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾ ഇപ്പോൾ അതിനുവേണ്ടി സംഭാവനകളൊന്നും നൽകേണ്ടതില്ല എന്ന് പറഞ്ഞത്. നമ്മളുടെ സംഭാവനകൾ ശ്രീരാമചന്ദ്ര മിഷൻ തന്നെ കൊടുത്താൽ മതി. കാരണം നമ്മൾ മറ്റ് ഓർഗനൈസേഷനുകളെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്, ഈ പ്രോജക്റ്റിലേക്ക്. മാത്രമല്ല, ഈ CSR ഫണ്ടുകളുണ്ട് കമ്പനികൾക്ക്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെയല്ലേ പറയുന്നത്, CSR. അപ്പം അത് ഓരോ കമ്പനികളും ഓരോ കൊല്ലം അവരുടെ പ്രോഫിറ്റിൻ്റെ 2% ഇങ്ങനെ സാമൂഹിക പ്രതിബദ്ധതയുള്ള പരിപാടികൾക്ക് ഉപയോഗിക്കണമെന്ന് ഗവൺമെൻറ് റൂളുണ്ട്. അപ്പോൾ നമ്മൾ പല കമ്പനികളെ അങ്ങനെ സമീപിച്ച് അവരുടെ CSR ഫണ്ടുകളും മറ്റ് ഓർഗനൈസേഷനുകളൊക്കെ ഉദാരമായിട്ട് ഈ പ്രോജക്റ്റിന് സഹകരിക്കാമെന്ന് ദാജിയോട് സമ്മതപത്രം കൊടുത്തിട്ടുണ്ട് പലരും. അങ്ങനെ നമ്മൾ അതായിട്ട് മുന്നോട്ട് പോകുന്നു. ഇപ്പം നമ്മളവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 8 ബാബുജി മഹാരാജ് കണ്ടെത്തിയ 8 സ്ഥലങ്ങളും ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ
ഈ പ്ലാസ്റ്റിക് മാലിന്യം അവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിന് ശ്രമകരമായ ജോലിയാണ്. ഇപ്പം ഇത്തവണ ദാജി പോയപ്പോൾ ദാജിയുടെ കയ്യിൽ എപ്പോഴും ഒരു വടി ഉണ്ടാവും, അതിൻ്റെ അറ്റത്ത് തന്നെ ഷാർപ്പായിട്ടുള്ള ഒരു എഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ വഴിയിൽ കാണുന്ന പ്ലാസ്റ്റിക് കുത്തിയെടുക്കുന്നത് മാസ്റ്റർ തന്നെ ചെയ്തത്. അപ്പോൾ അതാണ് ശ്രമകരമായ ജോലി. അതിനുവേണ്ടി അവിടുത്തെ സ്കൂളുകളിലൊക്കെ, ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകിച്ചും, ബ്രൈറ്റർ മൈൻഡ്സ് ഫ്രീ ആയിട്ട് കുട്ടികളെ പഠിപ്പിക്കാൻ രാജി നിർദ്ദേശിച്ചു. അപ്പോൾ കുട്ടികൾ ശനി ഞായർ ദിവസങ്ങളിൽ, ഹോളിഡേ ദിവസങ്ങളിൽ ഗ്രൂപ്പായിട്ട് മധുരയിൽ വന്ന് ഈ സ്ഥലങ്ങളൊക്കെ വൃത്തിയാക്കാൻ അവർ സഹായിക്കും. അപ്പം അതിന് വേണ്ട ഗ്ലൗസും മറ്റു കാര്യങ്ങളൊക്കെ ഹാർട്ട്ഫുൾനെസ് അവർക്ക് കൊടുക്കുന്നു. അങ്ങനെ അപ്പം അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഗോവർദ്ധനഗിരിയിൽ ഏകദേശം 20 കിലോമീറ്റർ ദൂരം അതിൻ്റെ പർവ്വതത്തിന് ചുറ്റും നടപ്പാതയുണ്ട്. അതൊക്കെ തകർക്കപ്പെട്ട രീതിയിലാണുള്ളത്. അവിടെയൊന്നും മരങ്ങൾ പോലും ഇല്ല, ഒക്കെ മഞ്ഞ കളറിലാണ്. അപ്പോൾ ആ നടപ്പാതയൊക്കെ വൃത്തിയാക്കി. അവിടെയും പ്ലാസ്റ്റിക് മാലിന്യമാണ് മറ്റൊരു പ്രശ്നം. മനോഹരമായ കാടുകളായിരുന്നു അത്. നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വൃത്തിയാക്കി. അവിടെ വനവൽക്കരണമാണ് ഹാർട്ട്ഫുൾനെസ് ചെയ്യുന്ന മറ്റൊരു പ്രോജക്റ്റ്. അപ്പോൾ ഈ റെയിൻ ഗൺസ് ഒക്കെ ഉപയോഗിച്ച് മഴ പെയ്യിച്ച് അവിടെ കാൻഹയിൽ നിങ്ങൾ കണ്ടിട്ടുള്ള പോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ അതിനെ വളർത്തി എടുക്കുന്നവരെ അതിനെ ഈ മഴ, അങ്ങനെയുള്ള പല പ്രോജക്റ്റുകളായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ അടുത്തുള്ള സ്റ്റേറ്റ്സുകളിൽ നിന്നൊക്കെ ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾ ഗ്രൂപ്പായിട്ട് അവിടെ പോയി ഈ വോളണ്ടറി വർക്ക് ചെയ്യുന്നുണ്ട്, വൃത്തിയാക്കൽ. അപ്പോൾ അവരതൊരു ടൈം ടേബിൾ മാതിരി വെച്ച് ഓരോ സ്റ്റേറ്റിനും ഒരു പ്രത്യേക മാസം അലൊക്കേറ്റ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു രീതിയിൽ ആ പ്രോജക്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പം അത് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽ പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദാജി അതിന് അദ്ദേഹത്തിന് ഹൃദയത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോജക്റ്റായിട്ട് ഈ വ്രജ് പ്രോജക്റ്റ് എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ് ഗുരുപരമ്പരയിലെ ആദ്യത്തെ കണ്ണിയാണ്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ, ലാലാജി മഹാരാജ്, ബാബുജി, ചാരുജി, ദാജി, അങ്ങനെ ഗുരുപരമ്പര തുടരുന്നു. എപ്പോഴും ഒരു ജീവിച്ചിരിക്കുന്ന ഗുരു നമ്മളെ നയിക്കാനുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്കറിയാതെ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗ്ലോബൽ ഗൈഡ് ദാജിയാണ്. അതുപോലെ ചൈതന്യ മഹാപ്രഭു, ബുദ്ധൻ, ശ്രീബുദ്ധൻ, അങ്ങനെ ഒരുപാട് ഗുരുക്കന്മാർ ഈ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ ഗുരുപരമ്പരയുടെ ഭാഗമാണ്. നമ്മൾ അതിനെയൊക്കെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കാത്തതെന്ന് വെച്ചാൽ, ഇത് പല സംഘടനകളും ഈ ഗുരുക്കന്മാരുടെ പേരിലുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കൽ ലാലാജി മഹാരാജൻ്റെ നിർദ്ദേശം അനുസരിച്ച് ബാബുജി എല്ലാ ജന്മാഷ്ടമി ദിവസത്തിലും ഉപവാസം അനുഷ്ഠിക്കുകയായിരുന്നു. അതൊക്കെ അദ്ദേഹം ഓട്ടോബയോഗ്രഫിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനത്തിൽ അദ്ദേഹം ഉപവസിക്കും. 2 ദിവസം ചെയ്യുക, അതിൻ്റെ അടുത്ത ദിവസം ഉപവസിക്കും. അത് ലാലാജിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ദാജിയും നമ്മളോട് ജന്മാഷ്ടമി ദിവസത്തിൽ മറ്റ് മാസ്റ്റേഴ്സിൻ്റെ ബർത്ത്ഡേ പോലെ ഉപവസിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജന്മാഷ്ടമി ദിവസത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ബാബുജിയുമായിട്ട് ആശയവിനിമയം നടത്തും, ഇൻ്റർകമ്മ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ബാബുജിയോട് പറഞ്ഞു, എൻ്റെ ഭക്തന്മാർ ഈ ലോകം മുഴുവൻ ചിതറിക്കിടക്കുന്നുണ്ട്. നമുക്കറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണന് ഒരുപാട് ഭക്തന്മാരുണ്ട്. നീ അവരിലേക്കെല്ലാം സംപ്രേഷണം ചെയ്യണമെന്നാണ് ശ്രീകൃഷ്ണൻ്റെ നിർദ്ദേശം. ബാബുജി മഹാരാജ് തീർച്ചയായും അങ്ങനെ അങ്ങയുടെ ആജ്ഞ പാലിക്കുന്നതാണെന്ന് പറഞ്ഞു.
അപ്പോൾ ബാബുജി മഹാരാജ് പറഞ്ഞു അതിന് പകരമായിട്ട് എനിക്കൊരു ചെറിയ അപേക്ഷ അങ്ങയോടുണ്ട് എന്ന്. അപ്പം അതെന്താണെന്ന് വെച്ചു, ആത്മാർത്ഥതയുള്ള എല്ലാ സഹജമാർഗ അഭ്യാസികൾക്കും, ഇപ്പം നമ്മൾ ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾക്കും ആഹാരം, വസ്ത്രം, പാർപ്പിടം അത് സൗജന്യമായിരിക്കണം. ആണ് ബാബുജി മഹാരാജ് യുഗപുരുഷനോട് ഡിമാൻഡ് ചെയ്യുന്നത്. തഥാസ്തു എന്ന് പറഞ്ഞതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. അപ്രകാരം സംഭവിക്കട്ടെ. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു വിളംബരം അന്ന് ബാബുജി മഹാരാജ് പിന്നീട് അത് നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിൽ അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിക്കൽ എഴുതി വെച്ചിട്ടുണ്ട്. ആത്മാർത്ഥതയുള്ള എല്ലാ ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾക്കും, രാജയോഗ പരിശീലിക്കുന്ന ആളുകൾക്കും ജീവിതത്തിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടുള്ള ആഹാരം, വസ്ത്രവും, പാർപ്പിടവും ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടാവും. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. പക്ഷെ അവിടെ അദ്ദേഹം ഒരു ചെറിയൊരു വാക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എന്താ അത്? ആത്മാർത്ഥതയുള്ള അഭ്യാസികൾക്ക്. ആത്മാർത്ഥത ആർജവം എന്നാണ്. ആർജവം എന്ന് പറയുന്നത് ഒരു വലിയ ടോപ്പിക്കായിട്ട് രാജി ഈ അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുസ്തകമുണ്ട്, അഷ്ടാവക്ര മഹാഗീത. അതിൽ പറയുന്നുണ്ട് സിൻസിയറിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ അധ്യായമായിട്ട് ആത്മാർത്ഥത, അതിൽ ആത്മാവുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പം ആത്മാർത്ഥതയുള്ള ഹാർട്ട്ഫുൾനെസ് അഭ്യാസികൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ ഫ്രീ ആയിരിക്കും. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ഈ നമ്മുടെ ലക്ഷ്യത്തെ പ്രാപ്തമാക്കാൻ ഈ ജന്മത്തിൽ എന്ത് ചെയ്യണം, അതുമായിട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യകത മാത്രമേ ഉള്ളൂ. അപ്പോൾ തുടർന്ന് പ്രാവശ്യവും ഭഗവാൻ ശ്രീകൃഷ്ണൻ നമ്മുടെ ഹാർട്ട്ഫുൾനെസ് മിഷന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതായിട്ട് ഓട്ടോബയോഗ്രഫിയിൽ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് തോന്നുന്നത് എന്താണ് ഈ മഹാഗുരുക്കന്മാരുടെ ജന്മസ്ഥലത്തിനും സമാധി സ്ഥലത്തിനും ഇത്ര പ്രത്യേകത നമുക്ക് തോന്നാം. എൻ്റെ ഉള്ളിലും അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. ഒരു സമാധി ജന്മഭൂമി എന്നൊക്കെ പറയണതിന് എന്താണ് ഇത്ര പ്രാധാന്യം? അത് മനസ്സിലിങ്ങനെ ഉണ്ടെങ്കിൽ അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ഉത്തരം കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് ബാബുജി മഹാരാജിൻ്റെ വീട് സന്ദർശിച്ചപ്പോഴാണ്. നമുക്കറിയാം ഷാജഹാൻപൂരിൽ അദ്ദേഹത്തിൻ്റെ, നമ്മളെ ഗ്രൂപ്പിൽ തന്നെ പലരും അവിടെ പോയിട്ടുണ്ടാവും കഴിഞ്ഞ ഭണ്ഡാര സമയത്ത്. ഇപ്പോഴും ആ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള ഇടവഴിയിലേക്ക് നമ്മൾ തിരിയുമ്പോഴേക്കും നമ്മുടെ ഹൃദയത്തിന് വല്ലാത്തൊരു ഗ്രഹാതുരത്വം ഫീൽ ചെയ്യും. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ തിരിച്ചെത്തുന്ന ആ ഒരു, നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു അനുഭൂതി നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. എല്ലാവരുടെയും അനുഭവമാണത്, പ്രത്യേകിച്ച് ഒരാളുടെ അല്ല. അത് കഴിഞ്ഞ് ബാബുജി മഹാരാജിൻ്റെ വീടിൻ്റെ മുമ്പിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്മരണകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ വരും. അത് നമ്മുടെ ജീവിത ലക്ഷ്യത്തെ നമ്മളെ ഓർമ്മിപ്പിക്കും. സ്വാഭാവികമായിട്ട് ഒരു പരിശ്രമം ഇല്ലാതെ തന്നെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് സമാധിയും ജന്മസ്ഥലത്തിൻ്റെയൊക്കെ പ്രത്യേകത. അപ്പോൾ ബാബുജി മഹാരാജ് 1983 സമാധിയത്. അപ്പോൾ 2026 ഏകദേശം 50 കൊല്ലം ആവാറായി. അരനൂറ്റാണ്ട് കഴിയാൻ പോണു. ഈ അരനൂറ്റാണ്ടിന് ശേഷവും ആ വീടിനും പരിസരത്തും ആ ഇടവഴിയിലൊക്കെ അതിൻ്റെ വൈബ്രേഷൻസ് വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ മഹാഗുരുക്കന്മാർ അവർ ജനിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം, അവരുടെ അവസാന നിമിഷങ്ങൾ ഉണ്ടായിരുന്ന സ്ഥലത്തിനൊക്കെ ഒരു ആത്മീയ അന്വേഷകന്റെ ജീവിതത്തിൽ പ്രാധാന്യമുണ്ട്. അത് നമുക്ക് ആത്മീയമായിട്ടൊരു ഉണർവ് വരും. ആ ഉണർവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പം അതുകൊണ്ട് അത് നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ശിഷ്യന്മാരുടെ കടമയാണ്. അത് നമ്മൾ ഫത്തേഗാഡ് പോയിട്ട് ലാലാജിയുടെ സമാധി പോയാൽ ഇത് തന്നെയാണ് നമ്മുടെ ഫീലിംഗ്. ഇപ്പോൾ മദ്രാസിൽ ചാരുജിയുടെ സമാധി മണ്ഡപമുണ്ട്, അവിടെ പോയാലും നമുക്ക് ഇതാണ് അനുഭവം. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മഹാഗുരുക്കന്മാരുടെ ജന്മസ്ഥലവും സമാധി സ്ഥലത്തിൻ്റെയും പ്രാധാന്യം. അതും നമ്മൾക്ക് മാസ്റ്റേഴ്സ് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുക. അപ്പോൾ പല കാര്യങ്ങളും
നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിലും മാസ്റ്റേഴ്സ് അത് നമുക്ക് വിശദീകരിച്ച് തരുമ്പോഴാണ് നമുക്കത് ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് മനസ്സിലാവും. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ നമുക്കറിയാം, നമ്മുടെ മിഷനിലെ പ്രധാനപ്പെട്ട ഒരു പരമ്പരയിലെ ആദ്യത്തെ കണ്ണിയാണ് നമ്മൾ പറഞ്ഞു. കാരണം അദ്ദേഹം ഭഗവത്ഗീത അതല്ലേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിട്ട് നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള ഗ്രന്ഥം. ഭഗവത്ഗീതയെ എല്ലാവരും, ലോകത്തിലെ എല്ലാ പണ്ഡിതന്മാരും വിശേഷിപ്പിക്കുന്നത് സർവ ഉപനിഷത്തുകളുടെയും സാരസംഗ്രഹം എന്നാണ്. എല്ലാ ഉപനിഷത്തും കൂടി കലർത്തി അതിൻ്റെ ഒരു എസൻസ് എടുത്ത അതാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. അപ്പോൾ ഭഗവത്ഗീതയുടെ ഏറ്റവും അടിസ്ഥാന തത്വം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? അർജുനന്റെ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് ഭഗവാനെ, അങ്ങയെ എനിക്ക് തിരിച്ചറിയാൻ പറ്റി, അങ്ങയുടെ യഥാർത്ഥ രൂപം എനിക്ക് കാണിച്ചു തന്നു. അത് കണ്ട് അർജുനൻ ഭയപ്പെട്ടുവെങ്കിലും ഭാവി തലമുറ അങ്ങയെ എങ്ങനെ അറിയും എന്നാണ് അർജുനന്റെ ചോദ്യം. ഭഗവത്ഗീതയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അതായിരിക്കും തോന്നുന്നു. ഈ വായിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തിയുള്ള ചോദ്യം. അതിനാണ് ഈ ദാജി എപ്പോഴും ആവർത്തിച്ച് പറയും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സും ഇമെയിൽ ഐ ഡിയും പരസ്യമായിട്ട് പറയും. ഹൃദയമേ പശ്യസി ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. അർജുന, ഏത് ജീവാത്മാവും അതിൻ്റെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞാൽ ഞാൻ അവിടെ സന്നിഹിതനായിരിക്കും. അപ്പോൾ ഈശ്വരനെ നമ്മൾ എവിടെയാണ് അന്വേഷിക്കേണ്ടതെന്ന് അദ്ദേഹം നമ്മളോട് വിളംബരം നടത്തിയിട്ടുണ്ട് ഭഗവത്ഗീതയിൽ കൂടെ. നിങ്ങളുടെ ഹൃദയത്തിലാണ് ഞാൻ. അത് വായിച്ചിട്ട് നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ക്ഷേത്രങ്ങളുടെ വാതിൽക്കൽ പോയി മുട്ടിയിട്ട് കൃഷ്ണ അങ്ങ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തികഞ്ഞ അവിവേകമാണെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറയും. അപ്പം അദ്ദേഹത്തിനെ നമ്മൾ അന്വേഷിക്കേണ്ടത് എവിടെയാണ്? നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിലാണ്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൻ്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള ഹൃദയത്തിലെ ധ്യാനം തന്നെ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നിട്ടുള്ള മെസ്സേജാണെന്നർത്ഥം. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും നമുക്കറിയാം. അപ്പോൾ പലരും പറയും ഭഗവത്ഗീതയുടെ കാതലായ ആശയം എന്താണ് എന്ന് ചോദിച്ചാൽ ഗീത എന്നുള്ളത് തിരിച്ചിട്ടാൽ മതി എന്ന് പറയും. ഗീത എന്ന് തിരിച്ചിട്ടാൽ എന്താവും? ത്യാഗി എന്നാവും. ത്യാഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ത്യാഗം നമുക്കറിയാം എന്താണ് ഇവിടെ ത്യജിക്കുന്നത്? കർമ്മഫലങ്ങളെയാണ് ത്യജിക്കുന്നത്, കർമ്മങ്ങളെ അല്ല. അതാണ് ഭഗവാന്റെ മറ്റൊരു പ്രസ്താവന. നമ്മുടെ ഹാർട്ട്ഫുൾനെസ്സിന്റെ പ്രിൻസിപ്പിളും അതിനോട് ചേർന്നതാണ്. ധ്യാനം കർമ്മഫല ത്യാഗം ത്യാഗാത് ശാന്തി അനന്തരം. ഭഗവത്ഗീതയിലുള്ള ശ്ലോകമാണ്. ധ്യാനത്തിന് ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന നിർവചനം കർമ്മഫല ത്യാഗമാണ് ധ്യാനം എന്നാണ്. കർമ്മഫലങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുക. അതായത് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് ഉയർന്നു വരുന്ന ചിന്തകളെ അതുകൊണ്ടാണ് അവഗണിക്കാൻ പറയുന്നത്. നമ്മളുടെ ഉള്ളിലുള്ള കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ സംസ്കാരങ്ങൾ പതുക്കെ ഉണർന്ന് പുറത്തു പോവുകയാണ്. നമ്മുടെ ഹൃദയത്തിലെ ദിവ്യത്വം എന്നുള്ള ശരിയായ ചിന്ത പ്രയോഗിച്ചുകൊണ്ട് വിശ്രമിക്കുമ്പോൾ അതിന് നിരക്കാത്ത സംസ്കാരങ്ങളും കർമ്മഫലങ്ങളും പതുക്കെ നമ്മളിൽ നിന്ന് ഉണർന്ന് പുറത്തു പോകും. അതുകൊണ്ടാണ് ധ്യാനം കർമ്മഫലത്യാഗം. അങ്ങനെ കർമ്മഫലങ്ങളെ ത്യജിക്കാനാണ്. കർമ്മഫലങ്ങളെ ത്യജിക്കുമ്പോഴാണ് എന്ത്? ത്യാഗാത് ശാന്തി അനന്തരം. ശാന്തിയാണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോണത്. അതാണ് ഭഗവത്ഗീതയിലെ മറ്റൊരു ശ്ലോകവും, കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കഥാചന. കർമ്മം ചെയ്യാൻ നിനക്ക് അധികാരമുള്ളൂ. കർമ്മഫലത്തിൽ നിനക്ക് അധികാരം ഇല്ല അർജുന എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാണ്, കർമ്മത്തിനെ നമുക്ക് ത്യജിക്കാൻ സാധ്യമല്ല. പലപ്പോഴും ഈ കർമ്മഫലത്യാഗം എന്നുള്ള വാക്ക് തെറ്റിദ്ധരിച്ച് കർമ്മത്തിനെ തന്നെ നമ്മൾ ഉപേക്ഷിക്കും. അതാണ് സന്യാസം.
ഹാർട്ട്ഫുൾനെസ്സിൽ ഗൃഹസ്ഥാശ്രമം എന്നുള്ള സംഗതി ഇത്രമാത്രം പ്രസക്തമാവുന്നത് എങ്ങനെയാ വെച്ചാൽ കർമ്മങ്ങളെ ത്യജിക്കാൻ സാധ്യമല്ല എന്നാണ്. നമ്മൾ ഗൃഹസ്ഥാശ്രമിയായി കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും കർമ്മങ്ങളെ ഉപേക്ഷിക്കാൻ സാധ്യമല്ല. കുടുംബ പട്ടിണിയാവില്ലേ? എളുപ്പമാണ് സന്യാസം. അപ്പൊ അതിനാണ് ഗൃഹസ്ഥാശ്രമം പറയുന്നത്. കാരണം ഈ ഭഗവത്ഗീത തത്വം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രയോഗിക്കണമെങ്കിൽ ഗൃഹസ്ഥാശ്രമ ജീവിതം അനിവാര്യമാണ്. അവിടെ എല്ലാം ത്യാഗമാണ്. ഇപ്പൊ കർമ്മത്തിന് ഏത് തരത്തിലുള്ള കർമ്മമായാലും അതിന് ഫലമുണ്ട്. കർമ്മഫലങ്ങളെയാണ് നമ്മൾ സംസ്കാരങ്ങൾ, മുദ്രകൾ എന്ന് ഹാർട്ട്ഫുൾനെസ്സിൽ പറയുന്നത്. ആ സംസ്കാരം കൊണ്ട് നമ്മൾ ജനിക്കുന്നു, സംസ്കാരം കൊണ്ട് തന്നെ നമ്മൾ മരിക്കുന്നു. അപ്പോൾ എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ട്. ആ ഫലങ്ങളെ ത്യജിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഭഗവാൻ? നീ യുദ്ധം തന്നെ, യുദ്ധത്തിന്റെ ഫലം എന്താന്നുള്ളതിനെ കുറിച്ച് നീ വിട്ടുകളെ അർജുന. അത് എൻ്റെ കയ്യിലാണ്. അദ്ദേഹമാണ് ഇത് നടപ്പാക്കണത്. അപ്പൊ നീ എൻ്റെ കയ്യിലൊരു ഉപകരണമാണ്. അതുകൊണ്ട് നീ എൻ്റെ സ്മരണയിൽ യുദ്ധം ചെയ്താൽ മതി. ഫലം എന്ത് വേണമെങ്കിൽ ആവട്ടെ എന്ന് പറയാൻ എന്താ അർത്ഥം? എൻ്റെ സ്മരണയിൽ നീ യുദ്ധം ചെയ്യുമെന്ന് പറയാണ്. അത് നിരന്തര സ്മരണ ഹാർട്ട്ഫുൾനെസ്സിലെ മറ്റൊരു പ്രധാന പരിശീലന പദ്ധതിയാണ്. ഇതൊക്കെ ഭഗവത്ഗീത എടുത്താണ്, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിർദ്ദേശിച്ചതാണ് എന്ന് പറയാമോ? അപ്പോ കർമ്മത്തിന് ഫലങ്ങളുണ്ട്. ആ കർമ്മഫലത്തിൽ ത്യജിക്കാൻ ഭഗവത്ഗീതയും ഹാർട്ട്ഫുൾനെസ്സും നിർദ്ദേശിക്കുന്നു. എങ്ങനെ അത് ചെയ്യും നമ്മൾ? കർമ്മഫലം മറ്റുള്ളവർക്ക് നിൽക്കുക, അതാണ് ത്യാഗം. നമ്മൾ ചെയ്യുന്ന കർമ്മഫലം മറ്റുള്ളവർക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചാൽ പ്രശ്നം തീർന്നു. കർമ്മഫല ത്യാഗമായി. അതിന് ഏറ്റവും നല്ല ഒരു വേദിയാണ് ഗൃഹസ്ഥാശ്രമം. ഗൃഹസ്ഥാശ്രമത്തിൽ നമ്മുടെ ചുറ്റും കുറച്ച് ആത്മാക്കൾ നമ്മളെ സ്നേഹവും സേവനവും വേണമെന്ന് വന്ന് നിൽക്കണു. അപ്പൊ അവർക്ക് ആ സ്നേഹത്തിൻ്റെയും സേവനത്തിൻ്റെയും ഷെയർ നമ്മൾ കൊടുക്കണം. അതിനാണ് അവർ വന്നിരിക്കുന്നത് നമ്മുടെ കൂടെ. അപ്പൊ നമ്മുടെ പ്രവൃത്തിയുടെ ഫലം അവർക്ക് കൊടുത്താൽ ആ കർമ്മഫലത്തിൽ നമുക്ക് മോചനായി. ഇനിയോ ഇത് ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ത്യാഗം എന്ന് പറയാം. മിക്കവാറും നമ്മൾ ഗൃഹസ്ഥാശ്രമിയായിട്ടുള്ള ആള് കുടുംബത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്നവരായിരിക്കുമല്ലോ. അപ്പോഴാണ് അതിനൊരു പ്രസക്തി വരുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള മറ്റു ആത്മാക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യണം. അപ്പോൾ ഗൃഹസ്ഥാശ്രമം ഒരു ധർമ്മമായിട്ട് മാറും. ഇനി നമ്മളൊരു ഉപജീവന മാർഗമായിട്ട് ഒരു ജോലി ചെയ്യണമെങ്കിലോ അതിനെ സേവനമാക്കാനാണ് പറയാം. അതുകൊണ്ടാണ് ഇന്നും നമ്മളെല്ലാ ജോലികളെയും സർവീസ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലേ? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്. അതുപോലെ പ്രൈവറ്റ് സർവീസ്, പബ്ലിക് സർവീസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇന്നും സേവനം എന്നുള്ള ഐഡിയ ആളുകൾ മറന്നെങ്കിലും ആ പേരങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഉപജീവന മാർഗത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയാണെങ്കിലും അതിന് സേവനത്തിന്റെ ഒരു മുഖം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് നമ്മളെ കർമ്മ ഫലങ്ങളിൽ നിന്നും മോചിപ്പിക്കും, മോക്ഷപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാൻ അത് തന്നെ പര്യാപ്തമാണ്. അപ്പോൾ ഹാർട്ട്ഫുൾനെസ്സിൽ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു സാധാരണ ജോലി പോലും ഉദാത്തമായ മോക്ഷപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കാൻ പര്യാപ്തമാണ്. എങ്ങനെയാണെങ്കിൽ നമ്മളത് മാസ്റ്ററുടെ സ്മരണയിലാണ് ചെയ്യണമെങ്കിൽ, ഇതിന്റെ കർമ്മഫലം നമുക്കല്ല അദ്ദേഹത്തിനാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ സാധാരണ ജോലി പോലും മോക്ഷപ്രാപ്തിക്ക് പര്യാപ്തം. പലപ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് വേണ്ട മാതിരി ആലോചിക്കാറില്ല എന്ന് മാത്രം. ഇനി ഈശ്വരാരാധനയാണെങ്കിലോ അവിടെ നമുക്ക് ബലം പ്രതീക്ഷിക്കാൻ പറ്റുമോ? ബാബുജി മഹാരാജ് പറയും, ഈശ്വരനുമായിട്ടൊരു ക്രയവിക്രയം നിങ്ങൾക്ക് സാധ്യമല്ല. നിങ്ങളുടെ ഓഫീസിൽ ചിലപ്പോൾ ക്രയവിക്രയം നടക്കാം, നിങ്ങളുടെ കുടുംബത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്രയവിക്രയത്തിലേർപ്പെടാം. അതൊക്കെ ഒരുപോലെ തെറ്റാണെങ്കിലും ഈശ്വരനായിട്ടൊരു ക്രയവിക്രയം സാധ്യമല്ല. ഞാൻ ഇന്ന പൂജ ചെയ്യാൻ ഭഗവാൻ, ഇന്ന ഫലം എനിക്ക് തരണം എന്ന് പറയുന്നത് എത്ര ബാലിശാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം നിങ്ങൾ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും കെട്ടിയിട്ട് പലതരത്തിലുള്ള വഴിപാടുകൾ, പൂജകൾ. ദവണദാജി ബനാറസ് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പണ്ഡിതന്മാര് ഇപ്പൊ ചില യജ്ഞങ്ങൾക്കൊക്കെ 100 പശുവിനെ അവർക്ക് ദാനം ചെയ്യണം. അപ്പോൾ ആ ദാനത്തിന്റെ സമയം അവർ പറയും, 100 പശുവിനെ ഞാൻ എവിടെ കൊണ്ടുവയ്ക്കാൻ, അതിന്റെ പൈസ തന്നാൽ മതി.
അപ്പോൾ ദാജി പറയണം, അവിടുത്തെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ പറയാ ഏറ്റവും വലിയ കൊള്ളക്കാരും ഡെക്കോയിറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ഈ പണ്ഡിറ്റുകളാണ് അവിടെ. ഈ ബനാറസ് മുഴുവൻ ഈ പുരോഹിതന്മാരെ കൊണ്ടും പണ്ഡിറ്റുകളെ കൊണ്ടും പൂജാരിമാരെ കൊണ്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ബാബുജി മഹാരാജ് പറഞ്ഞ് മതവും അതിനോട് ബന്ധപ്പെട്ട പുരോഹിതന്മാരും ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ഭയവും പ്രേരണയാണ്. ഈശ്വര ഭയം. അതുകൊണ്ട് നമ്മൾ ഈശ്വര ആരാധന ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജ ചെയ്താൽ ഫലം കിട്ടും. ഇത് രണ്ടും ഒരുപോലെ ആത്മീയ തത്വങ്ങൾക്ക് നിരക്കുന്നതല്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളേ അല്ല അത്. അപ്പോൾ ഒരു ക്ഷേത്രാരാധന ചെയ്യുമ്പോൾ അതിനോടനുബന്ധിച്ചുള്ള വഴിപാടുകളും നമ്മളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആ തത്വം മറന്നു പോകുന്നു, കർമ്മഫലത്യാഗം എന്നുള്ളത്. ദാജി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മീറ്റിംഗ് കൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ മെസ്സേജ് പ്രചരിപ്പിക്കണം. എന്താണ് മെസ്സേജ്? ഈശ്വരൻ എന്ന് പറയുന്നത് ഒന്നും സ്വീകരിക്കുന്ന ആളല്ല, അദ്ദേഹം ദാതാവാണ്, കൊടുക്കുന്ന ആളാണ്. ഈസ് എ ഗിവർ, നോട്ട് എ റിസീവർ. ഈ മെസ്സേജ് നിങ്ങൾ എല്ലാവരോടും, ഈശ്വരൻ ഒന്നും സ്വീകരിക്കുന്ന ആളല്ല, എല്ലാം നിങ്ങൾക്ക് തരുന്ന ആളാണ്. നിങ്ങൾക്ക് ജീവൻ പോലും തന്നിരിക്കണമില്ലേ? അതല്ലേ ഹൃദയത്തിലെ ആത്മാവ്. ജീവിതത്തിലുടനീളം അദ്ദേഹം നമ്മളുടെ കൂടെ ഉണ്ട്. നമ്മളെ നിലനിർത്തുന്നു അദ്ദേഹം, നമുക്ക് ജീവൻ തരുന്നു. അങ്ങനെയുള്ള ഈശ്വരനോട് നന്ദിയെങ്കിലും നമ്മൾ പ്രകാശിപ്പിക്കണ്ടേ? അതാണ് ധ്യാനം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരാളോട് നന്ദി പ്രകാശിപ്പിക്കുക എങ്ങനെ? അദ്ദേഹത്തിൻ്റെ സ്മരണയിലാവും. ഹാർട്ട്ഫുൾനെസ്സിലെ ശക്തമായ ഒരു പരിശീലനം നിരന്തര സ്മരണയാണ്. അതും ഭഗവത്ഗീതയിൽ നിന്നുള്ള ഒരു ഉദ്ഘോഷണമാണ്. ഇവിടെ നമുക്ക് താരതമ്യേന അത് എളുപ്പമാണ്. എന്താ കാരണം? നമ്മുടെ മുന്നിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഗുരുവുണ്ട്. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് നമ്മൾ ധ്യാനം പരിശീലിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ് നമ്മളോട് നമ്മുടെ ഗൃഹസ്ഥാശ്രമ ജീവിതമായാലും നമ്മുടെ ജീവിതോപാധിയായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയാണെങ്കിലും ഈശ്വരാരാധന എന്ന് പറയുന്നത് ഹാർട്ട്ഫുൾനെസ്സിൽ എന്താ? ധ്യാനമാണ്. ധ്യാനമാണെങ്കിലും അത് അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സ്മരണയിൽ, അദ്ദേഹത്തിനു വേണ്ടി അദ്ദേഹം തന്നെ ചെയ്യുന്നു എന്നുള്ള സങ്കല്പമാണ് ഹാർട്ട്ഫുൾനെസ്സിലെ ആദ്യത്തെ സങ്കല്പം. നമ്മൾ ധ്യാനത്തിലിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യത്തെ സങ്കല്പം എന്താണ്? എൻ്റെ സ്ഥാനത്ത് എൻ്റെ ഗുരു ഇരുന്ന് ധ്യാനിക്കുക. നമ്മൾ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുമ്പോഴോ അദ്ദേഹം എന്നിലൂടെ ഇത് ചെയ്യണു, അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതം അനുഷ്ഠിക്കുന്നത്. നമ്മളൊരു ഓഫീസിൽ പോയി ജോലി ചെയ്യണമെങ്കിലോ അദ്ദേഹമാണ് ചെയ്യുന്നത്. ഇത് വളരെ ശക്തമായിട്ടുള്ള ഒരു പരിശീലനമാണ്. പക്ഷേ അതിൻ്റെ തുടക്കം ധ്യാനത്തിലാണ്. ധ്യാനം ചെയ്യാതെ നമുക്ക് നിരന്തര സ്മരണയിലേക്ക് പോകാൻ സാധ്യമില്ല. ധ്യാനം നിരന്തര സ്മരണയുടെ അമ്മയാണ് ധ്യാനം എന്ന് പറയും. അപ്പോൾ അമ്മയില്ലാണ്ട് കുഞ്ഞുണ്ടാവില്ല. അപ്പോൾ ധ്യാനത്തിലൂടെയാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പം ഈ തത്വങ്ങളൊക്കെ നമ്മൾ ഭഗവത്ഗീത ഉൾക്കൊണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത കാലത്ത് നമ്മുടെ മിഷൻ യോഗയ്ക്ക് ഇത്രയധികം പ്രാധാന്യം കൊടുത്തു. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് ആളുകളെ ധ്യാനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയർ യോഗ ചെയ്യിപ്പിക്കും. ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം, റിലാക്സേഷനൊക്കെ വന്നത് ഇതും ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ സംഭാവനയാണ്. ദാജി ഒരുക്കി. അപ്പോൾ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ ദാജിയും പ്രകാശ ലോകത്തുനിന്നുള്ള ഒരു മീഡിയമാണ് ഇപ്പോൾ. അപ്പം അദ്ദേഹത്തിനും സന്ദേശങ്ങൾ നേരിട്ട് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ മിഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു തികഞ്ഞ ഹഠയോഗിയും രാജയോഗിയും കൂടിയിട്ടായിരുന്നു. രണ്ടും കൂടിയുള്ള കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഇപ്പോഴത്തെ ജീവിച്ചിരിക്കുന്ന ഗുരുവിനോട് പറയാണ്, ഭാവി തലമുറയിലെ അഭ്യാസികൾക്ക് നല്ല ആരോഗ്യം അനിവാര്യമാണ്. അതുകൊണ്ട് ഹഠയോഗിയും രാജയോഗിയും കൂടി പരസ്പര പൂരകങ്ങളായിട്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടിയിരിക്കും. അത് നമ്മുടെ മിഷനിലെ ഒരു ശക്തമായ കാൽവെപ്പായിരുന്നു. അതിനുശേഷമാണ് ഇത്രമാത്രം ഹാർട്ട്ഫുൾനെസ്സിന് പ്രചാരം കിട്ടിയത്. അതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തി അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ
ഹാർട്ട്ഫുൾനെസ് മാസ്റ്റേഴ്സിന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ധർമ്മത്തിനെ കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ സാധ്യമല്ല. കാരണം യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്നുള്ള ശ്ലോകം എല്ലാ കൊച്ചുകുട്ടികൾക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ജന്മ ഉദ്ദേശം അദ്ദേഹം അതിൽ വ്യക്തമാക്കുന്നു. ധർമ്മം അധർമ്മം തമ്മിലുള്ള ബാലൻസ് നഷ്ടപ്പെടുമ്പോൾ, അധർമ്മം കൂടുമ്പോഴും ധർമ്മം കുറയുമ്പോഴും എന്താണ് പ്രശ്നം? മനുഷ്യർക്ക് ആത്മീയ പുരോഗതി സാധ്യമല്ലാണ്ടയോ? എല്ലാ അവതാരങ്ങളെയും നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്? ഋഷിമാർ തപസ് ചെയ്യുന്ന സമയത്ത് രാക്ഷസന്മാർ അവരെ തപസ് മുടക്കാൻ വരും. അപ്പോൾ അവർ മഹാവിഷ്ണുവിനോട് ചെന്ന് പറയും, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പല അവതാരങ്ങളും അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അതായത് തപസ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ആത്മീയ പുരോഗതിയുടെ പാതയിൽ പോകുന്ന ഒരു വ്യക്തിക്ക് അധർമ്മികൾ തടസ്സം നിൽക്കും ഭൗതിക ലോകത്തിൽ തന്നെ. അപ്പോൾ ധർമ്മവും അധർമ്മവും തമ്മിലിട്ട് ഒരു സന്തുലിതാവസ്ഥ കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. അതാണ് അവതാര ഉദ്ദേശം. അതും ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയേണ്ടത്. അപ്പോൾ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള സന്തുലിതാവസ്ഥ എപ്പോൾ നഷ്ടപ്പെടുന്നുവോ അപ്പോൾ യുഗങ്ങൾ തോറും ഞാൻ അവതരിക്കും എന്നാണ്. ഇപ്പൊ ശ്രീരാമനായിട്ട് അദ്ദേഹം വന്നു. അത് കഴിഞ്ഞ് ശ്രീരാമന്റെ അവതാരം കഴിഞ്ഞു. ഇപ്പൊ ശ്രീകൃഷ്ണ അവതാരമാണ് നടക്കുന്നത്. ഈയിടെ പറയണ്ടായി, പലരും ശ്രീരാമന്റെ ദർശനം എനിക്ക് കിട്ടി എന്ന് പറയുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നേരെ മറിച്ച് ശ്രീകൃഷ്ണനെ ദർശിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാം. കാരണം ഇപ്പോഴും അദ്ദേഹമാണ് യുഗപുരുഷൻ. ആ യുഗപുരുഷന്റെ നിർദ്ദേശത്തിലാണ് ഈ ഹാർട്ട്ഫുൾനെസ് ഗുരു പരമ്പര വർക്ക് ചെയ്യണത്. കാരണം ഭഗവാൻ ശ്രീരാമൻ ഉറവിടത്തിൽ ലയിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിനെ നമുക്ക് ഇനി ആരാധിക്കാൻ പറ്റില്ല ഇപ്പോൾ. എന്നാൽ അത് കാരണം അദ്ദേഹം തന്നെയാണ് ശ്രീകൃഷ്ണനായിട്ട് പിന്നീട് വരുന്നത്. ഇപ്പം എന്തിനാണ് രണ്ടാവതാരം? ശ്രീരാമന് നമ്മൾ അംശാവതാരം എന്ന് പറയാം, ശ്രീകൃഷ്ണൻ പൂർണ്ണാവതാരം. ഇത് ഹനുമാൻജിയുമായിട്ട് ബാബുജി മഹാരാജ് നടത്തുന്ന ഒരു ആശയവിനിമയമുണ്ട് പ്രകാശ ലോകത്ത്. അതിലാണ് ഇത് പറയുന്നത്. ഹനുമാൻജി പറയണ്ടേ, എന്തിനാണ് എന്നെ ആളുകൾ ആരാധിക്കണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ശ്രീരാമന്റെ സേവകനാണ്. സേവകനെ ഇവരെന്തിനാണ് ആരാധിക്കണമെന്ന് എനിക്കറിയില്ല. ഇവർ ശ്രീരാമനെ ആരാധിക്കുന്നതുകൊണ്ടും കാര്യമില്ല, കാരണം പൂർണ്ണാവതാരമായിട്ടുള്ള ശ്രീകൃഷ്ണൻ വന്നു കഴിഞ്ഞു എന്ന് ഹനുമാൻ പറയുന്നതായിട്ട് ബാബുജി മഹാരാജ് അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ധാരണയായിട്ട് നമുക്ക് നേരിട്ട് ഇതിലൊന്നും അനുഭവമില്ല. മഹാഗുരുക്കന്മാർ നമ്മളോട് പറയുമ്പോഴാണ് ഇതിങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ബാബുജി മഹാരാജ് അദ്ദേഹം തന്നെയായിരുന്നു പതഞ്ജലി മഹർഷിയായിരുന്നത് എന്ന് ലാലാജി പറയുമ്പോഴാണ് ബാബുജി മഹാരാജ് അറിയുന്നത്. അദ്ദേഹം തന്നെയായിരുന്നു അഷ്ടാവക്ര മഹർഷി എന്ന് ഈയിടെ ദാജി പറയുണ്ടായി. അതുകൊണ്ടാണ് അഷ്ടാവക്ര ഗീതയും അതുപോലെ ഭഗവത്ഗീതയും യോഗവാസിഷ്ടത്തിനൊക്കെ ഇത്രമാത്രം പ്രാധാന്യം നമ്മുടെ ഹാർട്ട്ഫുൾനെസ് കൊടുക്കണം. ഇനി നമുക്കറിയാം, ധർമ്മത്തിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ. ധർമ്മത്തിൻ്റെ ഉദാത്തമായ മുഖം കരുണയാണ്, ദയയാണ്, അനുകമ്പയാണെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. ഇന്ന് ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് സംഗതിയുണ്ട്. ഹൃദയനിർഭരമായ ഹൃദയംഗമമായ ആശയവിനിമയം. നമ്മൾ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ചില്ലെങ്കിൽ അത് മറ്റുള്ളവരിൽ മുദ്രകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, നമ്മുടെ ഉള്ളിൽ മുദ്രകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദാജി ഹൃദയംഗമമായ ആശയവിനിമയം അനിവാര്യമാണെന്ന്. ആ ഹൃദയംഗമമായ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് അനുകമ്പ, ദയ, കരുണ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഹൃദയങ്ങൾ തമ്മിലുള്ളൊരു താളലയം, അതാണ് ആശയവിനിമയം എന്നാണ്. അപ്പം അതും ഒരു നിലയ്ക്ക് പറഞ്ഞാൽ ഭഗവത്ഗീത എന്നെടുത്തിട്ടുള്ളതെന്ന് പറയാം, ഹാർട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ പോലെ. അപ്പോൾ ഭഗവത്ഗീത തന്നെ ഒരു ഹൃദയംഗമമായ ആശയവിനിമയം എന്ന് പറയാം. അർജുനനോട് വിഷാദം ബാധിച്ച ഒരാളെ അതൊന്ന് ഉയർത്തിക്കൊണ്ടുവന്ന് കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നതും വിജയത്തിലേക്ക് നയിക്കുന്നതുമായിട്ടുള്ള ഒരു കഥയല്ലേ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമ്മളതിനെ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്?
നമുക്ക് ജീവിച്ചിരിക്കുന്ന ഒരു ഗുരു ദാജിയുള്ളതുകൊണ്ടാണ്. അല്ലെങ്കിലോ? അതുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യമെന്ന് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. അത് നമ്മൾ കേരളത്തിൻ്റെ ആളല്ലേ. മഹാപുരുഷ സംശ്രയം, മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, മഹാഭാഗ്യങ്ങളെക്കുറിച്ച് ശങ്കരാചാര്യർ പറഞ്ഞ ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത് ഒരു ഗുരുവിൻ്റെ കീഴിൽ ധ്യാനം പരിശീലിച്ച് ലക്ഷ്യപ്രാപ്തിയിലേക്ക് മുന്നേറുകയാണ്. ഇതൊക്കെ കേട്ടാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? അവതാരങ്ങൾ ധർമാധർമ്മങ്ങൾ തമ്മിലുള്ള ബാലൻസ് അത് സൂക്ഷിക്കാൻ വന്നിരിക്കുന്നു. ആത്മീയ പുരോഗതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ജീവിച്ചിരിക്കുന്ന ഗുരുവാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് കണക്ഷൻ ഇല്ല. നമ്മുടെ ഗുരുപരമ്പരയ്ക്ക് ആ കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് എങ്ങനെയാണ്? ദാജിയിൽ കൂടിയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട, അദ്ദേഹത്തിനെയാണ് നമ്മൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണയിലാണ് നമ്മൾ നമ്മുടെ ആത്മീയ പുരോഗതിയായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അദ്ദേഹം നമ്മളോട് പറയണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ഒരു അഭ്യാസിയുടെ ഉത്തരവാദിത്വം, കടമകളും എന്ന് പറയുമ്പോൾ നമ്മൾ അതുമായിട്ട് പോകും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഭഗവത്ഗീതയിലും അഷ്ടാവക്ര ഗീതയിലും ഈ മഹത് ഗ്രന്ഥങ്ങളായാലും അതൊരു തത്വചിന്തയാണ്. അതിൻ്റെ പ്രായോഗിക ശാസ്ത്രം അല്ലെങ്കിൽ പ്രയോഗശാസ്ത്രമാണ് എന്ത്? ഹാർട്ട്ഫുൾനെസ്. അത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിലെ എല്ലാ ആധ്യാത്മിക സംഘടനകളും പതുക്കെ പതുക്കെ ലയിച്ച് ഹാർട്ട്ഫുൾനെസ്സിൽ ചേരും. പിന്നെ ഈ ഹാർട്ട്ഫുൾനെസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരു ആത്മീയ സമ്പ്രദായം എന്ന് അദ്ദേഹം പ്രകാശ ലോകത്തിലുള്ള ഒരു സന്ദേശത്തിൽ പറയുന്നുണ്ട്. ഇതേ കാര്യം വിവേകാനന്ദ സ്വാമികളും പറയുന്നുണ്ട്. വിവേകാനന്ദ സ്വാമികൾ ഒരിക്കൽ ബാബുജിയോട് നിർദ്ദേശിക്കുന്നുണ്ട്, എൻ്റെ മിഷൻ, അതായത് രാമകൃഷ്ണ മിഷൻ, ഞാൻ ഡിസോൾവ് ചെയ്യാണ്. ആ മിഷനും കൂടി ഹാർട്ട്ഫുൾനെസ് ഏറ്റെടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ സന്ദേശം കിട്ടിയപ്പോൾ ബാബുജി മഹാരാജ് കൽക്കട്ടയിലുള്ള അന്നത്തെ രാമകൃഷ്ണ മിഷൻ പ്രസിഡന്റിന് എഴുതി, നിങ്ങളുടെ ഗുരു എന്നോട് ഇങ്ങനെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, ഈ സംപ്രേഷണത്തിൻ്റെ ബെനിഫിറ്റ് ഈ മിഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എൻ്റെ സേവനം നിങ്ങൾ സ്വീകരിച്ചാലെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള പദവി പോവില്ല, അദ്ദേഹം അതിന് തയ്യാറായില്ല. പക്ഷെ നിങ്ങൾക്കറിയാം, ഇന്ന് ഹാർട്ട്ഫുൾനെസ്സിലെ ബഹുഭൂരിപക്ഷം അഭ്യാസികളും ഒരിക്കലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ രാമകൃഷ്ണ മിഷനുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അപ്പോൾ വിവേകാനന്ദ സ്വാമികളും രാമകൃഷ്ണ പരമഹംസരും ഒക്കെ ഹാർട്ട്ഫുൾനെസ് പരമ്പരയുടെ ഭാഗം. പക്ഷെ നമ്മുടെ ശ്രദ്ധ എവിടെയാണ്? എന്താണ് ജീവിച്ചിരിക്കുന്ന ഗുരു ഓരോ നിമിഷവും നമ്മളോട് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം എന്താണ്? അതിനനുസരിച്ചാണ് നമ്മൾ മുന്നേറേണ്ടത്. താങ്ക് യു. നമസ്കാരം.